السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على خير خلق الله وآله وأصحابه أجمعين. ബഹുമാനികളെ, പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതാണ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ ദീനാണ്. മനുഷ്യരെയും മറ്റ് എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ബുദ്ധി നൽകുകയും അവർക്ക് ചില നിയമങ്ങൾ, അവരിവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ള നിയമങ്ങൾ അള്ളാഹു തന്നെ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവൻ സംവിധാനം പ്രവാചകന്മാരാണ്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു. അവർ ഈ കാര്യങ്ങൾ ഇവിടെ വൃത്തിയായി നടത്തി. ബഹുമാനപ്പെട്ട അബുൽ ബഷർ, ആദ്യത്തെ മനുഷ്യൻ ആദം എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ പ്രവാചകനായിരുന്നു. തന്റെ മക്കളിലേക്കും പിന്നീടുള്ള പരമ്പരകളിലേക്കും ഒക്കെ അങ്ങനെ തുടർന്നു പോകുന്നു. ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ നിയമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം വിവരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ പരമ്പര അവസാനിച്ചു. ഓരോ കാലഘട്ടത്തിലും ഒന്നിലധികം പ്രവാചകന്മാരുണ്ടായിരുന്നത് ചരിത്രത്തിൽ കാണാം. ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ലൂത്ത് നബി, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഷുഐബ് നബി, ഇങ്ങനെ പലതുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും പ്രബോധനം ചെയ്തതിന് തേയ്മാനം സംഭവിക്കുമ്പോൾ അടുത്ത പ്രവാചകൻ അയക്കുമായിരുന്നു. അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നീട് ദീൻ പ്രചരിപ്പിക്കാൻ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടില്ല, ലാ നബിയ്യ ബഅദി എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്റെ ശേഷം പ്രവാചകനല്ല, ഖാതിമുൻ നബിയ്യാണ്, അന്ത്യപ്രവാചകനാണ്. എന്നാൽ കഴിഞ്ഞ കാലത്തെ അനുഭവം പോലെ ഈ ദീൻ ഇവിടെ നിലനിർത്താൻ പ്രവാചകന്മാരില്ലാതെ ഇത്രയും കാലം അത് നല്ല നിലക്ക് നിലനിന്ന് പോകുന്നു. ഇനിയും ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യണം. ഇതിനെ അള്ളാഹു കാത്തുകൊള്ളും എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതാ. അത് നടക്കാനുള്ള വിധി എന്താണ്, കാര്യം എന്താണ്? അള്ളാഹു തന്നെ അതിനെ സംവിധാനിക്കണമല്ലോ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇത് നിലനിൽക്കാൻ ഞാൻ നിങ്ങളിലേക്ക് 2 കാര്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ നിങ്ങളോട് വിടവാങ്ങിയാലും 2 ആധാരങ്ങൾ, പ്രധാന ആധാരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ. 2 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം പ്രവാചകനായിക്കൊണ്ട് ജനങ്ങളുടെ ജീവിച്ചു. മക്കയിലും മദീനയിലും മറ്റു പ്രദേശങ്ങളിലൊക്കെയായിട്ട് ജീവിച്ചു. അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡാണ്. ഭാര്യ മേഖലയിലൊക്കെ തന്നെയുള്ള വിഷയങ്ങൾ റെക്കോർഡാക്കിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. അതും നിങ്ങൾക്ക് തുടരാൻ പറ്റിയ ഒരാധാരമായ രേഖ തന്നെയാണ്. അതാണ് നമ്മൾ ഹദീസ് എന്ന് പറയുന്നത്. ഈ 2 കാര്യവും നിങ്ങൾക്ക് വിട്ടു. പിന്നെ അതിന്റെ പ്രചാരകരായിട്ട് പ്രവാചകർക്ക് പകരം അൽ ഉലമാ വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാര് അവരോട് ഇന്നില്ലെങ്കിലും അവരുടെ അനന്തരഗാമികളായിട്ട് അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ, ഈ ലോകത്ത് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ കാര്യം നിർവഹിക്കും. അവരാണ് അനന്തരഗാമികൾ. ദീനാറും വലാ ദിർഹമ. അമ്പിയാക്കന്മാർ ഇവിടെ അനന്തരം ഇട്ടേച്ചു പോയത് വെള്ളിയും പൊന്നും കാശും ഒന്നുമല്ല. അൽ ഇൽമു വഇന്നമാ വറസുൽ ഇൽമ. അവർ ഇൽമിനെയാണ് അനന്തരം കൊടുത്തു പോയത്. ആ ഇൽമ് അനന്തരമെടുത്തതാണല്ലോ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. ആ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കുന്നതാണ്. ആധാരങ്ങളായിട്ട് ഖുർആനും ഹദീസും, പ്രവാചകന്മാരുടെ സ്ഥാനത്ത് പണ്ഡിതന്മാർ, അത് പഠിച്ച പണ്ഡിതന്മാർ, അവരാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമാണ്. അങ്ങനെ ഇന്നാറ് നബിയുടെ കാലത്ത് തന്നെ നബി പറഞ്ഞു, എന്റെ സമുദായം 73 സംഘമായി പിരിയും, പിളർപ്പുകൾ ഉണ്ടാകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒന്നൊഴികെ രക്ഷപ്പെടുന്ന ഒറ്റ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. സഹാബാക്കൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ്? ആ രക്ഷപ്പെടുന്ന ഒരു പാർട്ടി ആരാണ്? ഞങ്ങൾക്ക് അതിൽ പെടേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇവിടെ ജീവിച്ച് കാണിച്ചു തന്ന
എല്ലാം റെക്കോർഡുണ്ടല്ലോ, അത് പിൻപറ്റിക്കൊണ്ട് പോകുന്നവർ എന്ന് പറഞ്ഞു. അതാണ് മുഅ്മിനീങ്ങളുടെ വഴി, ഇസ്ലാമിന്റെ വഴി. നബിയും സഹാബത്തും ഇവിടെ കാണിച്ചു തന്ന വഴി പിൻപറ്റിയവർ. സഹാബത്തിന്റെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത് സഹാബാക്കളാണ്. തീരപ്രദേശങ്ങളിൽ കൂടെ നടന്നു നോക്കിയാൽ സഹാബാക്കളുടെ ഒരുപാട് ഖബറുകളുണ്ട്. അവരെപ്പോൾ വന്ന ദീന്റെ പ്രചരണത്തിന് വേണ്ടി വന്നവരും ദീൻ ഇവിടെ കൊണ്ടുവന്നത് സഹാബാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കലർപ്പമില്ലാത്ത പ്രവാചകരിൽ നിന്ന് പകർത്ത ദീനാണ് ഇവിടെ എത്തിയത് എന്നുള്ളത് തെളിവാണ്. സഹാബാക്കൾ കൊണ്ടുവന്നപ്പോൾ അതാണല്ലോ നിബിദിനെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അസ്ഹാബി കന്നുജൂം ബി അയ്ഹിം ഇഹ്തദൈതും ഇഹ്തദൈതും. നക്ഷത്രത്തുല്യരാണ് എൻ്റെ സഹാബാക്കൾ, അവരോട് ആരോട് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹാബാക്കളുടെ ദീൻ 14 നൂറ്റാണ്ട് ഇവിടെ കേരളത്തിൽ നടന്നു. ഒരഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. അവിടെ നമ്മൾ പള്ളി ബാങ്ക് കൊടുത്താൽ പള്ളി പോവും, റാത്തീബുണ്ട്, റാത്തീബ് കൂടും, മൗലീദ് കൂടും, തവസ്സുൽ, ഇസ്തിഗാസ, ഖബർ സിയാറത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു പോകുന്നു. ആരും ആക്ഷേപിച്ചിട്ടൊന്നുമില്ല. തറാവീഹ് 20 റക്അത്ത് വളരെ വിശദമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത്. ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരഭിപ്രായ വ്യത്യാസമില്ല എന്ന് മാത്രമല്ല, ഒരു സംഘടനയും ഉണ്ടായിരുന്നില്ല. സമസ്തിയില്ല, അല്ലാത്ത വിദഗ്ധ സംഘടനകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്തതുകൊണ്ട് സംഘടനയുടെ ആവശ്യമില്ല. ഇസ്ലാം മുസ്ലിം എന്ന് മാത്രം മതി, അത് തന്നെയാണ് തുടങ്ങുന്നത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനം നടന്നു പോരുന്നതിനിടയിൽ ഇവിടെ ഇതിൽ അഭിപ്രായ വ്യത്യാസവുമായി വന്ന് 1921 ശേഷം 1922, 23 കാലഘട്ടത്തിലാണ്. 1920 എന്തേ ഉണ്ടായത്? ആദ്യമായിട്ട് വഹാബിസം ഉണ്ടായി. വഹാബിസം ജമിയത്തുൽ ഉലമ എന്ന പേരിൽ സംഘടന ഉണ്ടാക്കി ഇവിടെ ഫിത്ന തുടങ്ങി. ഇവിടെ 14 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ പാരമ്പര്യമായി ആചരിച്ചു പോരുന്ന എല്ലാ വിഷയങ്ങളിലും അവര് കണ്ടെത്തിയത് ഇത്തരം കാര്യങ്ങൾ, തവസ്സുൽ, ഇസ്തിഗാസ, റാത്തീബ്, മൗലൂദ് തുടങ്ങിയതൊക്കെ ബിദ്അത്താണ്. അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, ശരീഅത്തിന് വിരുദ്ധമാണ്, ചിലതൊക്കെ ശിർക്കാണ്, ഇതൊക്കെ ചെയ്യുന്നവർ മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞു, ബഹുദൈവ ആരാധകരാണ് എന്നൊക്കെ മുദ്ര കുത്തി ഇവിടുത്തെ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രവണതയുമായി വഹാബികൾ വന്നപ്പോൾ അവർ നാട്ടിലാകെ ഫിത്നയാക്കി. 1-2 കൊല്ലം അവർ സ്വര്യമായിട്ട് ഇവിടെ വിഹരിച്ചു. നമ്മുടെ മുസ്ലിങ്ങളെ ഇടയിലൊക്കെ ഫിത്ന ഉണ്ടാക്കി. ആക്കിയപ്പോഴാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ എഴുന്നേറ്റുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാനവറുകൾ. അദ്ദേഹം ഇവിടെ വിളിച്ചു കൂട്ടി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ, നവറല്ലാഹു മറാഖിദുഹും, മഹാന്മാരായ പണ്ഡിതന്മാർ, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ വിളിച്ചു കൂട്ടി രൂപീകൃതമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയാണ് പിന്നീട് ഇതിനൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവരുണ്ടാക്കി തീർത്ത പൊള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഇന്നതാണെന്ന നിലയ്ക്ക് എല്ലാവരെയും അതിൽ അകപ്പെട്ടു പോയവരുടെ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ തനിനിറം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ച് പ്രവർത്തിച്ചത്. 1926 ജൂൺ 26 അതാണ് ഇതിന്റെ ഡേറ്റ്. അതിന്റെ സ്ഥാപക ദിനം ആചരിക്കുകയാണ്. ഈ ജൂൺ 26 വിപുലമായ തോതിൽ സമസ്ത ആചരിക്കുന്നത്. അതാണ് നമ്മൾ ഉൾക്കൊള്ളുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന സംഗതി. അപ്പൊ ഈ വിദഈ പ്രസ്ഥാനക്കാര് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി പണ്ഡിതന്മാർ. അതിന്റെ ഭരണഘടനയിൽ ഒന്നാമത് പറയുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ പ്രചരണമാണ്. അത് പ്രചരിപ്പിക്കാനാണ് സമസ്ത ഉണ്ടാക്കുന്നത്. അതിന്റെ ആദർശം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. ഇവിടെ ഇതുവരെ ഞാൻ പറഞ്ഞു 14 നൂറ്റാണ്ട് ഇവിടെ ജനങ്ങളൊക്കെ പിന്തുടർന്നു പോകുന്ന ആ ആദർശം ഇടയ്ക്ക് വഹാബികൾ ഉണ്ടാക്കിയതിനെ തകർത്തുകൊണ്ട് അതിനൊക്കെ ഗണ്ണിച്ചുകൊണ്ടുള്ള ആദർശം, അതാണ് നടക്കേണ്ടത്. പിന്നീട് കുറെ സംഘടനകളൊക്കെ വേറെ വന്നു, ജമാഅത്ത് ഇസ്ലാമി വന്നു, അതുപോലത്തെ വലിയ ജമാഅത്ത് വന്നു, അങ്ങനെ പലതും വന്നു. അതിനൊക്കെ നിലം തൊടാതെ ഇവിടെ നിർത്താൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വന്നത് വളരെ വലിയ ആഘോഷത്തോടു കൂടെ വന്നു. പക്ഷേ ഇന്നും ഭൂമിയിൽ ഇവിടെ കേരളത്തിൽ അവർക്ക് ഇടം പിടിക്കാൻ എവിടെയും കഴിഞ്ഞിട്ടില്ല. സമസ്തയുടെ സാന്നിധ്യമാണ്.
അങ്ങനെ സമസ്ത വളരെ സജീവമായിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ഇസ്ലാമിനെ ഇവിടെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക സംഘടനകളെ പോലെ, രാഷ്ട്രീയ സംഘടന പോലെ ഒന്നുമല്ല. അത് ദീനാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം ദീൻ തന്നെയാണ്. ദീൻ നിലനിർത്തുക, ഇഖാമത്ത് ദീനാണ്. അതിവിടെ നിലനിർത്തി പോരുന്നുണ്ട്. അതിന് കുറെ ശാഖാ സംഘടനകൾ, ഉപശാഖകളൊക്കെ ഉണ്ടാക്കി. SYS, SMF, അതുപോലെ അതിലൊക്കെ ഉപരി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഓത്തുപള്ളികളാക്കിക്കൊണ്ട് ചില മല്ലന്മാരും മല്ലച്ചിമാരും ഒക്കെ നടത്തുന്ന സംവിധാനങ്ങൾക്കൊക്കെ ആവശ്യമായ രൂപകൽപ്പനകളൊക്കെ നൽകി ഇന്നും ലോകത്ത് വളരെ സ്തുതിഹാരമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ജമിയത്തുൽ ഉലമാന്റെ കീഴിലെ ഒന്നാമത്തെ പ്രഥമ സംഘടനയാണ്, ഉപസംഘടനയാണ്. 10,800 മദ്രസകൾ ഇന്ന് അതിന്റെ പിന്നിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായ രൂപത്തിൽ കൂടാതെ കുറെ അറബിക് കോളേജുകൾ, യതീംഖാനകൾ സമസ്തയുടെ വീക്ഷണത്തിലും നിരീക്ഷണത്തിലുമായും അതിന്റെ നേതൃത്വത്തിലായിക്കൊണ്ടിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് സമ്മിശ്ര സിലബസിന്റെ അടിസ്ഥാനത്തിൽ കുറെ അറബിക് കോളേജ് 2 വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളും നടന്നു വരുന്നുണ്ട്. പലരും പല മേഖലയിൽ അത് തുടങ്ങിയെങ്കിലും ഇപ്പോൾ SNEC എന്ന നിലയ്ക്ക് സമസ്ത നേരിട്ട് നടത്തുന്ന സംവിധാനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നഴ്സറി വിദ്യാഭ്യാസത്തിലും അൽബിർ പോലെയുള്ള സംവിധാനവും ഇത് സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു മേഖലയിലൊക്കെ പ്രവർത്തിച്ച് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന സ്ഥാപനങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അസ്മി പോലെയുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഓരോ ദിവസവും ഓരോ നാളനുസരിച്ചുകൊണ്ട്, കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമസ്ത. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്തയുടെ സാന്നിധ്യം ദീൻ നിലനിർത്താൻ വേണ്ടി. ഇതില്ലായിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി നമ്മൾ ആലോചിക്കണം. ദീൻ ഉണ്ടാവില്ല ഇവിടെ. അതാണ് സ്ഥിതി. മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ, അള്ളാഹുവിന്റെ വിലായത്ത് അവകാശപ്പെടാൻ പറ്റിയ മഹാപണ്ഡിതന്മാർ, സൂഫികളായ പണ്ഡിതന്മാരൊക്കെ തന്നെയാണ് അതിനെ സ്ഥാപിച്ചത് മുതൽ ഇന്ന് വരെയും അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു വിഷയമാണ്. ഈ ദീനിനെ ഏത് കാലത്തും സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ സൃഷ്ടിക്കുമെന്ന നിലയ്ക്ക് നടന്നു വരുന്നുണ്ട്. അതാണ് നമുക്ക് നടന്നു പോകുന്നത്. ഏതായിരുന്നാലും ഇത് സംബന്ധമായിട്ട് ഈ ഉള്ളവൻ ഇതുമായി ബന്ധപ്പെടാനുള്ള ചില കാരണങ്ങളിലേക്ക് നാം പ്രവേശിക്കാൻ പോയി. അതായത് സമസ്തയുമായി ഞാൻ പല ദർസുകളിലും ഓതിയിട്ടുണ്ടെങ്കിലും അവസാനമായി പട്ടിക്കാട് ജാമിയ നൂരിയ 1969 ജാമിയ നൂരിയിൽ ചേരുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ പ്രിൻസിപ്പാളാണ്. ഒരു കൊല്ലം ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ സമസ്തയുടെ പ്രസിഡന്റ് അവിടെ മുദരിസായി. അദ്ദേഹത്തിന്റെയും ശിഷ്യത്വം സ്വീകരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഒരാളുള്ള ആ കാലഘട്ടത്തിൽ മാത്രമല്ല, പല പതിറ്റാണ്ടുകളായി സമസ്തയെ നയിച്ചതാണല്ലോ ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയും. 1957 മുതൽ വഫാത്താവും 96 വരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തന്നെയാണ് സമസ്ത. അതിന്റെ എല്ലാ നിലക്കുള്ള നേതൃത്വവും എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശക്തിയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നാട്ടിനും പ്രവൃത്തികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു അദ്വിതീയനായ ഒരു നേതൃത്വമായിരുന്നു അത്. അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദാണെങ്കിൽ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ ഒന്നാമതായി എല്ലാവർക്കും അറിയാൻ പറ്റിയ രൂപത്തിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു ശംസുൽ ഉലമയുടെ ഉസ്താദ് കൂടിയാണ് കണ്ണിയത്ത് ഉസ്താദ്. അങ്ങനെയുള്ള മഹാന്മാർ നേതൃത്വം കൊടുക്കുന്ന സമസ്തയുമായി അവരുടെ ശിഷ്യത്വമൊക്കെ സ്വീകരിക്കുന്ന ഒരവസരം കിട്ടിയപ്പോൾ അതുമായിട്ട് അടുക്കാൻ വളരെയധികം പ്രചോദനം എനിക്കുണ്ടായി. എൻ്റെ മനസ്സിൽ അവർ നിറയെ കയറുകയും ചെയ്തു. ഇനി അതിനേക്കാൾ അപ്പുറം ഒരാളെ കയറ്റാൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ എൻ്റെ മനസ്സ് നിറയെ അത്തരം മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ സമസ്തയിൽ പ്രവർത്തിച്ച് മരിച്ചാലേ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ജീവിച്ച് മരിച്ചവനാവുകയുള്ളൂ എന്ന ബോധം. ഇങ്ങനെ തന്നെയാണ് സുന്നികളായ സമസ്ത പ്രവർത്തകരായ എല്ലാ മഹാന്മാരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കുന്നത്. അതാണ് അവർ മാതൃകയാണ്. അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോടും റസൂലിനോടും ആരെങ്കിലും ശണ്ട കൂടി എതിരായാൽ അതിന് വിഘടിച്ചു കൊണ്ട് നിന്നാൽ
അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഅ്മിനീങ്ങളുടെ വഴി അതാണ്. മുഅ്മിനീങ്ങളുടെ വഴിയിൽ തുടർന്നോളം. നമ്മൾ ഇന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്. മഹാന്മാര് നല്ല നല്ല നിലയിൽ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നവരെ നമ്മൾ കണ്ട് അവരെ പിൻപറ്റണം. അതാണ് അത് പ്രാർത്ഥിക്കണം എന്നാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന്. ആ അനുഗ്രഹിച്ചവരെ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടെത്തുന്നത് ബഹുമാനപ്പെട്ട ആ കാലഘട്ടത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട, നമ്മൾ പരിചയം കൊണ്ടും അനുഭവം കൊണ്ടും മനസ്സിലാക്കി ഇത്തരം മഹാന്മാരുടെ പ്രവർത്തനങ്ങളും അവരുടെ ശൈലിയും കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സജീവ പ്രവർത്തകനായി മരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെക്കുറെ അതിന് പല അവസരങ്ങളും തന്നിട്ടുണ്ട്. ഞാൻ ജാമിയ കഴിഞ്ഞതിന് ശേഷം സർക്കാർ ജോലിയിൽ തന്നെ പ്രവേശിച്ച് നടക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വിളിയാളം ഉണ്ടാകുന്നത്. അന്ന് ശംസുൽ ഉലമ നന്ദി ദാറുസ്സലാമിലെ പ്രിൻസിപ്പാളാണ്. പട്ടിക്കാട് കോളേജിൽ നിന്ന് പിരിഞ്ഞ് മഹാനവറുകള് പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊല്ലം നിന്നു. അതിനുശേഷം നന്ദി ദാറുസ്സലാമിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പാൾ ആയിക്കൊണ്ട് വളരെ പ്രസിദ്ധമായ രൂപത്തിൽ നന്ദി ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അന്നേരമാണ് എൻ്റെ അടുക്കലേക്ക് മഹാനവറുകൾ ഒരു സന്ദേശം അയക്കുന്നത്, അങ്ങോട്ട് ചെല്ലണം എന്ന് ചെന്ന് കണ്ടപ്പോൾ പിന്നെ എന്നെ കുറെ ശകാരിച്ചു. ഞാൻ ചെയ്യുന്ന ജോലി നിനക്ക് യോജിച്ചതല്ല, നീ എൻ്റെ കൂടെ പോരി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അതാണ് ഹൈറ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ജോലി രാജിവെച്ച് ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള കാലഘട്ടമാണ്. എനിക്ക് ഒരു നാഥനെ കിട്ടി എന്ന രൂപത്തിൽ എനിക്ക് വളരെ സമാധാനമായിരുന്നു. അങ്ങനെ ഒരു 16-17 കൊല്ലം ശംസുൽ ഉലമയുടെ കൂടെ തന്നെ അവരുടെ മഹാനവറുകളുടെ ഹാദിമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് എന്നോട് ചെയ്യാൻ കഴിയുന്ന ഹിദ്മത്തുകളൊക്കെ ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശംസുൽ ഉലമയുടെ കൂടെ അക്കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാനതൊരു ഭാഗ്യമായി കാണുകയാണ്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അവസരം, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനും അദ്ദേഹത്തിന് ഹിദ്മത്ത് ചെയ്യാനും ആത്മാർത്ഥമായി ഇറങ്ങാനൊക്കെ ഒരു രംഗമുണ്ടായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലും എനിക്ക് കിട്ടിയ സന്തോഷമായി. അദ്ദേഹം വഫാത്താകുമ്പോൾ എന്നോട് തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെയാണ് വഫാത്തായതെന്ന് ബോധ്യം എനിക്കുണ്ട്. കാരണം അദ്ദേഹം വഫാത്താവുന്ന സമയത്തും യാദൃശ്യമാണെങ്കിലും ആ ആസ്പത്രിയിൽ എനിക്ക് എത്താൻ കഴിഞ്ഞു. അദ്ദേഹം വഫാത്താകുന്ന ആ രാത്രി 10 മണിക്ക് എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി. വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ വഫാത്തായ വിവരം അറിയിക്കാൻ എന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അയച്ചത്. അങ്ങനെ ആ നിലക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. അന്നേരം എത്തിയതൊക്കെ മഹാനവറുകളുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ്, എന്നുള്ള തൃപ്തിയുടെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ആ കാലഘട്ടത്തില് പിന്നെ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മേലുണ്ടായ വിഷയങ്ങളിൽ വളരെയധികം അദ്ദേഹത്തിന് മനസ്സറിഞ്ഞുകൊണ്ട്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ മനസ്സറിഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്യണം, ചിലതൊക്കെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പോലെയും ചിലതൊക്കെ മനസ്സിലുള്ളത് ഞാൻ വായിച്ചെടുത്തുകൊണ്ടും ഒക്കെ ഒരുപാട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഹിദ്മത്തായി ഞാൻ തോന്നുന്നത്. അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ നൽകും. ആ നിർദ്ദേശങ്ങളുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സംഘടന പലതും മറുഭാഗത്തായി SYS, SSF തുടങ്ങിയ സംഘടനകളൊക്കെ ശക്തമായിട്ട് അതിൻ്റെ നേതൃത്വമൊക്കെ മറുഭാഗത്തായിരുന്നു. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അന്ന് ജില്ലാ തലത്തിൽ മാത്രം, മലപ്പുറത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് സംസ്ഥാന തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കുറ്റിപ്പുറത്ത് നടന്നിരുന്ന മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പോവുകയും മഹാനവറുകളുടെ കൂടെ പല സ്ഥലങ്ങളിലും പോകുന്ന കൂട്ടത്തിൽ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അത് സ്റ്റേറ്റ് തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ഉടനെ തന്നെ
നമ്മൾ കോഴിക്കോട് അതിൻ്റെ സംസ്ഥാന തലത്തിൽ സംഘടന ഉണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി സംവിധാനം ചെയ്ത ശേഷം ഈ ഫിത്നയ്ക്ക് മറുപടി പറയാൻ വേണ്ടി സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംവിധാനങ്ങൾ എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചുകൊണ്ടാണ് നടത്തിയത്. ഇതിലൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നാട്ടിലെ മുസ്ലിയാർ ഞാനൊക്കെ തന്നെയാണ് അതിന് മുൻപന്തിയിൽ സ്റ്റേജുകളൊക്കെ കൈയടക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരു ഹിദ്മത്തിന് കിട്ടിയ ഒരു അവസരമാണ്. പിന്നീട് SYS അതും പുനഃസംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ SYS പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. SSF ആയിരുന്നു വിദ്യാർത്ഥികളുടെ സംഘടന. അതും ഞാൻ പട്ടിക്കാട് 1969 ചേരുന്നത്. 73 അവിടെ സനത് വാങ്ങി. ആ സമ്മേളനത്തിലാണ് ഞാൻ സനത് വാങ്ങി പിരിയുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് SSF രൂപീകരിക്കുന്നത്. യാദൃശ്ചികമാണ്. SSF രൂപീകരിക്കാനുള്ള അണിയറ നീക്കങ്ങൾ ബഹുമാനപ്പെട്ട ജാമിയ നൂരിയയിലെ വിദ്യാർത്ഥി സംഘടനയായ നൂറുൽ ഉലമയാണ് അതിന് പ്രവർത്തിച്ചത്. കൊല്ലങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നെ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ മുമ്പിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന വേണോ വേണ്ടേ, നാശമോ നഷ്ടമോ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയാത്തവർ കുറെ ചർച്ചകൾ നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ നൂറുൽ ഉലമയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഓടി നടക്കാനും കുറെ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചു. ഞാൻ സെനത് വാങ്ങുന്ന സമ്മേളനത്തിൽ വെച്ച് SSF ഉണ്ടായി. ബഹുമാനപ്പെട്ട ഹൈദർ അലി, ഞാൻ പിരിഞ്ഞ കൊല്ലമാണ് ഹൈദർ അലി ശിഹാബ് തങ്ങള് പട്ടിക്കാട് ചേരുന്നതും ആ കൊല്ലം അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയ SSFന്റെ അധ്യക്ഷനായി വരുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ആ SSFും നമ്മളെ ഈ 89 പിളർപ്പിന്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതിന്റെ നേതൃത്വമൊക്കെ മറ്റുള്ളവരുടെ കയ്യിലായിരുന്നു. അതിന് ബദൽ SKSSF, ആ SSFന് ബദൽ SKSF ഉണ്ടാക്കുന്നതും അതിനും കൂടി ആലോചിച്ചുകൊണ്ട് നമ്മളെ കോഴിക്കോട്ടെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ കൂടിക്കൊണ്ട് മാസങ്ങളോളം കൂടിക്കൊണ്ട് പല സംവിധാനങ്ങൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ SKSFന്റെ രൂപം നൽകാനും അതേ പ്രകാരം SSFന്റെ കുറ്റപത്രം ഉണ്ടാക്കാനും ഇതിന്റെ ഭരണഘടന ഉണ്ടാക്കാനും ഒക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ സമസ്തയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതൊക്കെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതാണ്. മഹാനവറുകൾ നടത്തുന്ന പരിപാടികളിൽ, പ്രസംഗവേദികളിലൊക്കെ മഹാനവറുകളോട് കൂടെ തന്നെ പലപ്പോഴും എനിക്ക് പോകാനും പങ്കെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില പ്രധാന യോഗങ്ങളിലൊക്കെ മഹാനവറുകളെ എന്നെ തന്നെ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു. പലപ്പോഴും ദിക്റും മാല മറിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം ആ മാരിമുഖം നിസ്കരിച്ച ഉടനെ കുറെ മാല മറിക്കാണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട വലിയ സമ്മേളനങ്ങളിൽ വരെ എന്നെ ആദ്യം പറയിപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രചോദനം തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തും ഇസ്ലാമും ഒന്നാണ്, വേറൊന്നല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് സമസ്ത സംവിധാനിച്ചിരിക്കുന്ന ആ ആദർശവും അതിൻ്റെ പ്രവർത്തനങ്ങളും തന്നെയാണ്. അതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സമസ്തക്കാരൻ തന്നെയാണ്. അല്ലാത്തതൊക്കെ അകന്നുപോയതാണ്. ഇസ്ലാമിന്റെ വഴിയിൽ നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന് അകന്നുപോയതാണ് എന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മൾ സമസ്തക്കാരനാകുമെന്ന് ചോദിച്ചാൽ മുസ്ലിം ആവാൻ വേണ്ടി സമസ്തയാവുന്നു എന്ന് നമുക്ക് പറയാം. പല പാർട്ടികൾ ഉള്ളപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയിൽ കൂടെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞോണമെന്നില്ല. ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, ഈ ഇസ്ലാം വന്ന വഴി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ 14 നൂറ്റാണ്ട് വരെ ഇസ്ലാം ഇവിടെ വന്നതിൽ ഒരു കുഴപ്പവും ഇല്ലാത്ത രൂപത്തിൽ, അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഇവിടെ നടന്നു പോന്നിട്ട് ഈ 14-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണല്ലോ ഈ പ്രസ്ഥാനം ഉണ്ടാവുന്നത്. ഇതിനെതിരെ, ഇസ്ലാമിനെതിരെ ഒരു പ്രസ്ഥാനം ഉണ്ടാവുന്നത്, വഹാബി ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം നിരാക്ഷേമം 14 നൂറ്റാണ്ടിലെയും ആളുകൾ അനുസരിച്ച് പോന്ന അതാണ് എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങൾ നടന്നു പോരുന്ന വഴി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആധാരമാണ്, അതൊരു തെളിവാണ്. മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന വഴി, മുഅ്മിനീങ്ങൾ ചെയ്തു പോകുന്ന വഴി തന്നെയാണ് ഇസ്ലാമിന്റെ വഴി. പിന്നെ ആ വഴി അല്ലാത്ത ഒരു പുതിയ വഴി ഉണ്ടാക്കിയാൽ മുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിലേക്കായിരിക്കുമെന്ന്, നരകത്തിൽ കിടക്കുമെന്ന് ഖുർആൻ പറയുന്നതാണ്. വേറൊന്നും ചിന്തിക്കാനല്ല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കുറെ കുട്ടികളൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ നമ്മൾ എന്താക്കുന്നു, നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന, തറാവീഹ് 20 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു.
നമ്മളൊരു കാലത്ത് ഉണ്ടാക്കിയതല്ല, നേരത്തെ ഉണ്ടായതാണ്. ഇപ്പൊ ഹറമിൽ പോയി നോക്കിയാൽ നമുക്കറിയാം, രണ്ട് ഹറമിലും തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നു. അത് നമ്മുടെ ചരിത്രത്തിൽ അറിയാം. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം, തറാവീഹ് നിസ്കരിച്ച ചരിത്രം, അത് സ്റ്റോപ്പ് ആയ ചരിത്രം. അതിനുശേഷം ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംവിധാനിച്ച മദീന ഹറമിൽ സംവിധാനിച്ച ആ സംവിധാനം തന്നെയാണ് മക്ക ഹറമിലും. അത് അക്കാലം മുതൽ ഇതുവരെ തുടർന്നു പോരുകയാണ് 20 റക്അത്ത്. ഇതൊരു ഉദാഹരണമല്ലേ. പിന്നെ അറബിയിലുള്ള ഖുത്ബ, അത് പിന്നെ അറബികൾ മാത്രമല്ലല്ലോ, അറബല്ലാത്ത നാടുകളിലും അറബിയിൽ തന്നെ ഖുത്ബയാണ് എക്കാലത്തും ഉണ്ടായത്. അതിനൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൂടെ ഒതായിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഇവിടെ പെണ്ണുങ്ങൾ ജുമാഅത്ത് പോകാനും ഖുത്ബ മലയാളത്തിലാവുന്നതൊക്കെ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ്. അപ്പൊ അതുകൊണ്ട് സബീലുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ അൻഅംത അലൈഹിം എന്ന് പറയുന്ന സിറാത്തുൽ മുസ്തഖീം, അത് ഇതുവരെ ഇല്ലാതെ ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ്, അത്രയും കാലമായിട്ടുള്ളൂ. ബാക്കി 14 നൂറ്റാണ്ട് കഴിഞ്ഞു പോന്നിട്ടും മാറ്റങ്ങളില്ലാത്ത ഈ സംവിധാനങ്ങൾക്ക് പുതിയ ഒരു യുഗം തുറക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ സബീലുൽ മുഅ്മിനീൻ അല്ല, മുഅ്മിനീങ്ങളുടെ വഴിയല്ല എന്ന് മനസ്സിലാക്കാം. ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിച്ചാൽ മതി. മുഅ്മിനീങ്ങൾ 14 നൂറ്റാണ്ട് നടന്ന ഈ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളൊക്കെ പേച്ചു. അവിടെയല്ലേ നമ്മൾ മദ്ഹബിന്റെ അയിമ്മത്ത്, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ലോകം അംഗീകരിച്ച പണ്ഡിതന്മാരും സൂഫിയാക്കളും ഇസ്ലാമിന്റെ ആധികാരിക പണ്ഡിതന്മാരായിട്ടുള്ള താബിഈങ്ങളും താബിഈങ്ങളും ഒക്കെ കടന്നു പോകുന്ന ആ വഴിയിൽ ആചരിച്ചു പോരുന്ന അതാണ് മുഅ്മിനീങ്ങളുടെ വഴി. അത് വിട്ടുണ്ടാക്കുന്ന വഴി, പുതുതായി വരുന്ന വഴി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കുകയാണല്ലോ. മറ്റു ക്രിസ്തു മതം ഒക്കെ പോരെ അതിന്റെ ആചാരം ആൾക്കാർക്ക് പിന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇസ്ലാമിന്റെ വഴി. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. ആ അള്ളാഹു സ്ഥാപിച്ച മതത്തിന് പ്രചാരകരായിട്ട് പ്രവാചകന്മാരെ അള്ളാഹു തന്നെ സംവിധാനിച്ചത്. ആ നിലക്ക് പോരുകയും അമ്പിയാക്കളുടെ പരമ്പര കഴിഞ്ഞതിന് ശേഷം പണ്ഡിതന്മാരെ ആധാരം വെച്ചുകൊണ്ട്, ഖുർആനും ഹദീസും ആധാരം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എത്തിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തമായ സംവിധാനം, പൂർണ്ണമായ ഒരു സംവിധാനം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജത്തുൽ വദായിൽ ഇറങ്ങിയതാണ് ഈ ആയത്ത്. ഖുർആൻ പരിപൂർണമാക്കി, ഇസ്ലാം പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ഇനി അതിലൊന്നും കൂട്ടേണ്ടതില്ല, കുറയ്ക്കേണ്ടതില്ല. അങ്ങനെ ഇസ്ലാമാണ്. പിന്നെ എന്തിനാ കൂട്ടുന്നത്, കുറയ്ക്കുന്നത്? മുസ്ലിങ്ങൾ ചെയ്തു പോരുന്ന സംഗതികൾ കുറെ അവർ കുറച്ചു, ചിലതൊക്കെ അവരെ ഭാഗത്തുനിന്ന് കൂട്ടി. അതിന്റെ ആവശ്യമല്ല. അത് ഇസ്ലാമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാ രേഖകളോടുകൂടെ നമ്മുടെ മുമ്പിൽ മഹാന്മാരുടെ ഒരു വഴിയായിട്ട് നമ്മൾ അംഗീകരിച്ചു പോരുന്നതാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ വഴിയിൽ നിന്ന് വ്യതിയാനമുണ്ടായി. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത പണ്ഡിതന്മാര് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്, അവർ പ്രസംഗങ്ങളുണ്ട്, അവർ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളുണ്ട്. ഇതല്ലേ ഇസ്ലാം? ഇതല്ലാത്ത ഇസ്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ബാക്കിയുള്ളതൊക്കെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ഓരോ കാര്യലാഭത്തിന് വേണ്ടിയൊക്കെ ചെയ്തു കൂട്ടിയതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഹാബികളുടെ ഒക്കെ പൊള്ളത്തരം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ അതിനെ സംബന്ധിച്ചൊക്കെ ഗണ്ണിച്ച ഒരുപാട് പുസ്തകങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും നോക്കേണ്ടതില്ല. മഹാന്മാരെ ഇകഴ്ത്താണ്. മദ്ഹബിന്റെ അയിമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ലോകം അംഗീകരിച്ചതാണ്. ഹറമിൽ തന്നെ 4 മദ്ഹബും ഉണ്ടായി. 4 മദ്ഹബും 4 മിമ്പറുണ്ട്, 4 മിഹ്റാബുണ്ട്. ഇതൊക്കെ ചരിത്ര. അത് അക്കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ അംഗീകരിച്ചെന്നുള്ള തെളിവല്ലേ. പിന്നെ ഇവർ വന്നിട്ട് എന്ത് മദ്ഹബ് എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ആ മദ്ഹബിന്റെ പണ്ഡിതന്മാരെക്കാൾ വലിയ പണ്ഡിതന്മാരാണ് ഇവിടെ. അഫ്ലുൽ മദീനത്തുൽ ഫറൂഖ് പാസ്സായ പണ്ഡിതന്മാർ വേറെന്താ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളത്? ഇൽമിന്റെ കാര്യത്തിൽ വേറെന്താ ക്വാളിഫിക്കേഷൻ? ആ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ആ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ വഴിയൊക്കെ തള്ളിപ്പറയാൻ ഇന്നത്തെ ഈ പുതിയ തലമുറയിലെ അന്തം കുറഞ്ഞ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിത വിശുദ്ധിയുടെ ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവര് അവസാന രോഗത്തിൽ കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇടയ്ക്കൊക്കെ ഞാനും പോയി പരിചരിക്കാനൊക്കെ കൂടാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആള് എപ്പോഴും കൂടെ ഉണ്ടാകും.
മൂപ്പര് എന്താ വെച്ചാൽ ബാങ്ക് കൊടുത്തോ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു മൂപ്പര്. അതപ്പം ബാങ്ക് കൊടുത്തോ ചോദിക്കുന്നാലും നിസ്കരിക്കണം, സമയത്ത് നിസ്കരിക്കണം എന്നുള്ളൊരു ചിന്ത, അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. എത്ര സുഖമില്ലാതായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി. എന്നാൽ പിന്നെ ഒന്നും എടുക്കണമല്ലോ. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒരു സ്റ്റൂളുമേ ഇരുത്തി ഒന്ന് കയ്യിൽ വെള്ളം പറഞ്ഞു കൊടുത്തു, വായിൽ വെള്ളാക്കി തുപ്പാൻ വേണ്ടി ശ്രമിച്ചു. ഇങ്ങനെ ഇടത്തോട്ടാണ് കാര്യം ജയിച്ചത്. അപ്പൊ കുഞ്ഞുമോൻ പറഞ്ഞു, അവിടെ ചുമരാണ്, ഇങ്ങോട്ട് തുപ്പിക്കൊള്ളി. മൂപ്പർക്ക് അങ്ങനെ തുപ്പി പരിചയമല്ല ജീവിതത്തിൽ. എങ്ങോട്ട് ഇടത്തോട്ടല്ല, തുപ്പി പരിചയമല്ല. മൂപ്പര് പറഞ്ഞു സ്റ്റൂള് തിരിച്ചിടുന്നു. സ്റ്റൂൾ തിരിച്ചിട്ടതിന് ശേഷമാണ് ഇടത്തോട്ട് തുപ്പിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി അളക്കാത്ത മതിയെന്നോ. അദ്ദേഹം ജീവിച്ച ജീവിതത്തിൽ അദ്ദേഹം പരിചയിച്ചു പോന്ന ആ സമ്പ്രദായം ഒരു ഖിലാഫുൽ എന്ന് മാത്രമല്ല, ഒരു സൂഅൽ അദബ് എന്ന് പറയുന്ന ഒരു സംഗതിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചതാണ്. മാനവരുകൾ കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു പണ്ട് എന്ന് പറയുന്നത്. മരക്കച്ചവടം പൊളിഞ്ഞു പോയതാ. കാരണം മരക്കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ പൊത്തൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ പെട്ടിച്ചെങ്കിലല്ലേ കച്ചവടം നടക്കുള്ളൂ. ഇവര് ഈ മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കേടുണ്ട്, മറ്റേ കേടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മരത്തിന് വില കിട്ടുമോ? അങ്ങനെ കച്ചവടം പൊളിഞ്ഞു പോയി. സത്യസന്ധമായ കച്ചവടം ഇതാണ്. അങ്ങാടിയിൽ ദർസ് കഴിഞ്ഞ് പോകുമ്പോൾ മൂപ്പര് മീൻ വാങ്ങിപ്പോകും. മീൻകാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മീൻ എന്താ വരാൻ ചോദിക്കും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പ്രസിദ്ധാണ്. അപ്പം അന്നൊക്കെ മീനിന് വില, എണ്ണത്തിന് വില പറയും അല്ലെ. 100 മത്തിക്ക് ഇത്രയാണ്, 4 റുപ്യാണ് കാരണം മീൻ വാങ്ങല്. ഉസ്താദ് വിചാരിച്ച് കുറച്ച് അധികം ഇട്ട് കൊടുക്കും. അപ്പൊ അതൊക്കെ അധികം ഇട്ടെന്ന് ചോദിച്ചും. അങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം എല്ലാ വിഷയത്തിലും, നമ്മൾ ചെറുതെന്ന് കാണുന്ന വിഷയത്തിൽ വരെ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതം വിശുദ്ധി. അത്തരം മഹാന്മാരെ സംബന്ധിച്ചാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച പണ്ഡിതന്മാർ. അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ എല്ലാവരുടെയും ഉസ്താദാണ് അദ്ദേഹം. സദഖത്തുള്ള മൗലവി വലിയ പണ്ഡിതനായിരുന്നു. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളായിരുന്നു. അതുപോലെ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ തുടങ്ങിയ മഹാന്മാരുടെ ഒക്കെ ഉസ്താദായ റഈസുൽ മുഹഖ്ഖിഖീൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ച, തഹ്ഖീഖ് ഓരോ മസലയിലും വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ തെളിവുകളൊക്കെ ശേഖരിച്ച ആൾക്കാണ് മുഹഖ്ഖിഖ് എന്ന് പറയുക. അങ്ങനത്തെ മുഹഖ്ഖിഖീങ്ങളായ പണ്ഡിതന്മാരുടെ തലവൻ എന്നാണ് റഈസുൽ മുഹഖ്ഖിഖീൻ. അങ്ങനെയുള്ള വളരെ സൂഫിയും വളരെ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന മഹാനവറുകൾക്ക് നേതൃത്വം കൊടുത്തു വരുന്ന സംഘടനയാണ് സമസ്ത ജമിഅത്തുൽ ഉലമ. മറ്റതൊക്കെ ഈ ഗവൺമെന്റ് ഉദ്യോഗത്തിന് വേണ്ടി പഠിക്കുന്ന അഫ്ദലുൽ ഉലമ പോലെയുള്ള സംഗതികളൊക്കെ പഠിച്ച പണ്ഡിതന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവരാണ്. അതാ വ്യത്യാസം. മുഅ്മിനീങ്ങളല്ലാത്തവരുടെ വഴി അവരുടേതാണ്. ആ വഴിയിൽ കടന്നാൽ അവർ നരകത്തിലാണെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നാണ് ഖുർആന്റെ കൽപ്പന. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയൊരു നിയമത്താണ് നമ്മൾ ഇസ്ലാമിന്റെ വൃത്തത്തിൽ ജനിക്കാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ വൃത്തത്തിൽ ജനിച്ച മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ലാതെ മരിക്കരുത് എന്ന് ഖുർആന്റെ കൽപ്പനയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ അതാണ് ദീൻ, അല്ലാഹുവിന്റെ ദീൻ. മറ്റതൊക്കെ ദുനിയവിയായ കാര്യങ്ങളാണ്. മുറക്കെ ദുനിയാനാബി തൻസീഖ് ദീനന വലാ ദീനന യബ്ഖാ. നമ്മള് ദുനിയാവിന്റെ കോട്ടങ്ങൾ പരിഹരിക്കാൻ ആഖിറത്തിന്റെ വസ്ത്രം കീറി അതിന് കഷ്ണം വെട്ടിക്കൊണ്ട് ദുനിയാവ് അടക്കരുത്. ദുനിയാവിന്റെ പോരായ്മ അടക്കരുത്. മറിച്ച് ആഖിറത്തിന്റെ പോരായ്മകൾ അടക്കാൻ ദുനിയാവിനെ കണ്ണം വെട്ടിട്ട് നമുക്ക് അതിലേക്ക് വെക്കാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്ദേശം 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വഴിയിൽ, അമ്പിയാക്കന്മാർ അനന്തരം കൊടുത്തിരിക്കുന്ന പണ്ഡിതന്മാരുടെ വഴി നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തന ശൈലികളും നമുക്കൊക്കെ അറിയാം. ആ ശൈലിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോയാൽ ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൽ തൗഹീദിന്റെ
ആ പതാകയ്ക്ക് കീഴിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.